നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. കുഴികൾ നിറഞ്ഞ പട്ടാമ്പി ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. മഴ പെയ്താൽ കുഴിയും ചെളിയും കാരണം ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും ബസ്സുകാരും ഒരുപോലെ ദുരിതമനുഭവിക്കുകയാണ്. കുഴികൾ നിറഞ്ഞ കുളം പോലെയാണ് ഇപ്പോൾ പട്ടാമ്പി ബസ് സ്റ്റാൻഡ്. കവാടത്തിന് മുന്നിൽ തന്നെയുണ്ട് വലിയ കുഴികൾ. നഗരസഭയുടെ അധീനതയിലുള്ള ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾക്കും യാത്രക്കാർക്കും കയറണമെങ്കിൽ ഈ കുഴികൾ കടന്നു പോകണം. മണ്ണ് കൊടുത്തിടാതെ കല്ല് കൊടുത്തിട്ട് നുറുക്കുകയാണെങ്കിൽ കുറെ ചളി ഒഴിവായി കിട്ടും. മറ്റത് മണ്ണ് കൊടുത്തിട്ട് ആ ചളി ഫുള്ളായിട്ട് ടയർമ കയറാണ്. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ചളി വരികയാണ്. പിന്നെ വെയിൽ തെറിച്ചിട്ട് ഒരു മനുഷ്യർക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിട്ട് കുറച്ച് കല്ല് കൊടുത്തിടുക, ചളി ആക്കാതിരിക്കാതിരിക്കുക. ഇപ്പോൾ കുറേ ചളി ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാമാർ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കാന്ന് വെച്ചാൽ വളരെ നന്ദി. അപ്പോൾ യാത്രക്കാരാണ് അടക്കം തട്ടി തടഞ്ഞ് വീഴുന്നുണ്ട്. വെയ്യാത്തവർ വരുന്നുണ്ട്, കണ്ണില്ലാത്തവർ വരുന്നുണ്ട്, കാലില്ലാത്തവർ വരുന്നുണ്ട്. കുറേയൊക്കെ നമുക്ക് കൈ പിടിച്ചാക്കാം. എല്ലാവരും ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലോ. വേഗതയിൽ വരുന്ന ബസ്സുകൾ കടന്നു പോകുമ്പോൾ ചെളിവെള്ളം യാത്രക്കാരുടെ ദേഹത്തേക്കാണ് തെറിക്കുക. ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ മഴ വന്നു കഴിഞ്ഞാലൊക്കെ ഫുള്ള് ചളി എന്തൊക്കെ കയറിയിട്ട് മുന്നേ പ്രാവശ്യം കടയിൽ വെള്ളം കയറിയതായിരുന്നു. എന്നിട്ട് അവർ വന്നിട്ട് ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഭയങ്കര അനാസ്ഥയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ബസ് സ്റ്റാൻഡ് കവാടത്തിന് മുന്നിലെ ഈ കുഴികൾ നികത്തണമെന്നാവശ്യപ്പെട്ടിട്ടും ആരും നടപടി സ്വീകരിച്ചില്ലെന്നാണ് ബസ് ജീവനക്കാരുടെ പരാതി. സ്റ്റാൻഡിലേക്ക് വരുന്ന ഈ കുഴികളൊന്ന് കൂർക്കാൻ ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോ ആരെങ്കിലും ബന്ധപ്പെട്ട ആൾക്കാർ ഇതിന് നടപടി എടുത്തു. ബസ്സുകാർക്കും യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കുഴി കൊണ്ട്. മഴയും ഇതൊക്കെ കാരണം കുഴിയിൽ വെള്ളം നിന്നിട്ട് വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കിടപ്പോൾ പിന്നെയാണ് വണ്ടികൾ ബാക്ക് ഇറങ്ങിയിട്ട് ബാക്കിലത്തെ വണ്ടികൾ തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ ഇതിന് നടപടി. ബസ് സ്റ്റാൻഡിന് മുന്നിലെ റോഡിന്റെ ഭാഗവും നേരെയാക്കിയിട്ടില്ല. അഴുക്കുചാലുകളുടെ പ്രവർത്തികളും മന്ദഗതിയിലാണ്. വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരും ഇതിന്റെ ദുരിതം അനുഭവിക്കുകയാണ്.